ഹലോ ഹായ് എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് വീണ്ടും പോകാം. അപ്പോൾ ഞാനിന്ന് ഓണക്കായിട്ട് തിരുവോണമാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയത്. അങ്ങനെ പുറത്ത് ബസ്സിലാണ് പോണത്. വഴിയൊന്നും അറിയില്ല, എന്നാലും മോൾക്ക് വഴിയാണ്. മോളെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോണ സ്ഥലമാണ് കേട്ടോ ആ മാള്. അങ്ങനെ ആ മാളിൽ ഞങ്ങൾ പോയി. ഒരു വിധത്തിൽ അവിടെ എത്തിയിട്ടോ. നടന്ന് കാലൊക്കെ വേദനിക്കുന്നത്. മാളിൽ ചെന്നപ്പോഴോ ഒരു 10 ഏക്കർ സ്ഥലമുണ്ട് നടക്കാൻ കേട്ടോ. അങ്ങനെ ലിഫ്റ്റും നടക്കലും ടയേർഡായിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓണസദ്യ കഴിക്കാൻ പറഞ്ഞിട്ട് ഓണസദ്യ സെക്ഷനിലേക്ക് താഴത്ത് പോയിട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഞങ്ങൾ തിരിച്ചു നേരെ ഞങ്ങൾ ഫോട്ടോസുകളൊക്കെ എടുത്തുങ്ങാണ്ട് ഒരു കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തുങ്ങാണ്ട് ഐസ്ക്രീം വാങ്ങി. ഭയങ്കര റേറ്റാണ് കേട്ടോ, എന്നാലും ടേസ്റ്റോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കും, അങ്ങനത്തെ ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഓണത്തിന് ഞങ്ങൾക്ക് പൂക്കളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, അവിടെ ഒരു മാരേജ് കഴിഞ്ഞൊരു കാറുണ്ട് കേട്ടോ, സൺഡേ അല്ലേ. അപ്പോൾ ആ കാറിൽ നിന്ന് 2 പൂക്കൾ അടിച്ച് മാറ്റി. അപ്പോൾ എൻ്റെ ഓണത്തിന് പൂക്കളായിട്ട് കിട്ടിയത് എനിക്ക് ഈ മാരേജിൻ്റേതാണ് കേട്ടോ. മാരേജിൻ്റെ കാറിൽ നിന്ന് അടിച്ചു മാറ്റിയ 2 പൂക്കളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചിട്ടോ. ഓണസദ്യയൊന്നും കഴിച്ചിട്ടില്ല, പായസം കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഈ ഓണത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണം. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ചോറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബിരിയാണി വീട്ടിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സദ്യനോടൊന്നും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അത് സദ്യ ഞങ്ങൾക്ക് കിട്ടിയതുമില്ല. അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി റാവുത്തർ ബിരിയാണിയും കഴിച്ച് അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ പോയി ബിരിയാണി കഴിച്ച് നാട്ടിലേക്ക് വന്നു കേട്ടോ. നാട്ടിൽ നബിദിനല്ലേ, അപ്പോൾ അതിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി നാട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം നാട്ടിലോട്ട് വന്നതും ഒരുവിധം പള്ളിയിലൊക്കെ നബിദിനത്തിന് ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. ലൈറ്റും സെറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പള്ളിക്കും റോഡ് സൈഡിൽ കൂടി എല്ലാ പള്ളിക്കും ഒരേ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. നാളെ നബിദിനല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വന്ന് മോൻ്റെ. അപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പൊറാട്ടയും ചിക്കനും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് ഞങ്ങൾ ഉറങ്ങിട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സബ്സ്ക്രൈബ്